ഇന്റർട്രൈഗോ എന്താണ്? പ്രമേഹ രോഗികൾ നിർബന്ധമായി അറിയണം. കക്ഷത്തിൽ തുടകൾക്കിടയിൽ, സ്തനങ്ങളുടെ അടിയിൽ, വിരലുകൾക്കടിയിൽ ചുവപ്പ്, ചൊറിച്ചിൽ, കുത്തുന്ന പോലെ തോന്നൽ, കത്തുന്ന പോലെ തോന്നൽ, ദുർഗന്ധം. ഇത് സാധാരണ അലർജി അല്ലായിരിക്കാം. പ്രമേഹ രോഗികൾ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് ഇന്റർട്രൈഗോ. ചികിത്സിക്കാതെ വിട്ടാൽ ഇത് ഗുരുതരമായ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ അണുബാധയിലേക്കും പോകാം. എന്താണ് ഇന്റർട്രൈഗോ? ശരീരത്തിലെ രണ്ട് ചർമ്മഭാഗങ്ങൾ പരസ്പരം ഉരസുകയും വിയർപ്പും ഈർപ്പവും കുടുങ്ങുകയും ചെയ്യുമ്പോൾ ചർമ്മവീക്കത്തിനെയാണ് ഇന്റർട്രൈഗോ എന്ന് പറയുന്നത്. സാധാരണ എവിടെയാണ് ഉണ്ടാകുന്നത്? കക്ഷത്തിൽ, സ്തനങ്ങളുടെ അടിയിൽ, വയറിലെ മടക്കുകളിൽ, തുടകൾ തമ്മിൽ ഉരസുന്ന ഭാഗത്ത്, കാലിലെ വിരലുകൾക്കടിയിൽ, അമിതവണ്ണമുള്ളവരിൽ, ചർമ്മമടക്കുകൾക്കിടയിൽ. ആരിലാണ് കൂടുതൽ കാണുന്നത്? പ്രമേഹ രോഗികളിൽ. അമിതവണ്ണമുള്ളവർ, അധികമായി വിയർക്കുന്നവർ, ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയിൽ കഴിയുന്നവർ. ലക്ഷണങ്ങൾ: ചുവപ്പ് നിറം, കത്തുന്ന പോലെ തോന്നൽ, ചൊറിച്ചിൽ, നനവുള്ള ചർമ്മം, ദുർഗന്ധം, വെളുത്ത പാടുകൾ, ചർമ്മം പൊട്ടി വേദന. പ്രമേഹ രോഗികൾക്ക് എന്തുകൊണ്ട് അപകടകരം? രക്തത്തിലെ പഞ്ചസാര കൂടുതലായാൽ ഫംഗസിനും ബാക്ടീരിയയ്ക്കും വളരാൻ നല്ല സാഹചര്യമാക്കും. അതുകൊണ്ട് ചെറിയൊരു ഇന്റർട്രൈഗോ പോലും വേഗത്തിൽ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാലിലെ വിരലുകൾക്കിടയിലുള്ള ഇന്റർട്രൈഗോ ചികിത്സിക്കാതെ വിട്ടാൽ മുറിവുകളും സെല്ലുലൈറ്റിസിനും വഴിയൊരുക്കാം. എന്തൊക്കെ അണുബാധകൾ ഉണ്ടാവാം? കാൻഡിഡ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇതാണ് ഏറ്റവും സാധാരണമായി കാണുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ചുവപ്പും പഴുപ്പും ദുർഗന്ധവും വർദ്ധിക്കാം. ഫുഡ് അൾസർ, വിരലുകൾക്കിടയിലുള്ള ചർമ്മം പൊട്ടി ഡയബറ്റിക് ഫുഡ് അൾസർ വരെ ഉണ്ടാകാം. വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ: ഭാഗം നന്നായി കഴുകി ഉണക്കുക, വിരലുകൾക്കിടയിൽ ഈർപ്പം കുടുങ്ങാതിരിക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, ദിവസവും സോക്സ് മാറ്റുക, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിൽ വെക്കുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: നനഞ്ഞ സോക്സുകൾ മണിക്കൂറുകളോളം ധരിക്കുക, വളരെ ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുക, സ്വയം സ്റ്റീറോയിഡ് ക്രീമുകൾ ഉപയോഗിക്കുക, ഈർപ്പമുള്ള ഭാഗം മൂടി വെക്കുക. എപ്പോൾ ഡോക്ടറെ കാണണം? ചുവപ്പ് കൂടുകയാണെങ്കിൽ, പഴുപ്പ് വരികയാണെങ്കിൽ, ദുർഗന്ധം ഉണ്ടെങ്കിൽ, പ്രമേഹ രോഗിയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സ. കാരണത്തെ ആശ്രയിച്ച് ചികിത്സ. ആൻറ്റിഫംഗൽ ക്രീംസ്, ആൻറ്റിഫംഗൽ പൗഡേഴ്സ്, ആൻറ്റിബയോട്ടിക്സ് ആവശ്യമെങ്കിൽ, മോയ്സ്ചർ കൺട്രോൾ, ഷുഗർ കൺട്രോൾ. ഇന്റർട്രൈഗോ ചെറിയൊരു ചർമ്മപ്രശ്നം പോലെ തോന്നാമെങ്കിലും പ്രമേഹ രോഗികളിൽ അത് ഗുരുതരമായ അണുബാധകൾക്കും മുറിവുകൾക്കും കാരണമാകാം. ചർമ്മമടക്കുകളും വിരലുകൾക്കിടയിലും ദിവസവും പരിശോധിക്കുക. ഈർപ്പം നിയന്ത്രിക്കുക, ഷുഗർ നിയന്ത്രിക്കുക. ചർമ്മമടക്കുകളും വിരലുകൾക്കിടയിലും ദിവസവും പരിശോധിക്കുക. പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ ചികിത്സ തേടുക. താങ്ക് യു.